ഗുഡ് ഈവനിംഗ്. മാർക്കറ്റ് വ്യൂവിന്റെ ക്ലോസിംഗ് ബെല്ലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം തലക്കെട്ടുകൾ. ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 314 പോയിന്റ് കുറഞ്ഞു. നിഫ്റ്റി 21,450 താഴെ. രൂപയ്ക്ക് 2 പൈസയുടെ നേട്ടം. ഭൗമ രാഷ്ട്രീയ പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യ തിളങ്ങുമെന്ന് ഭാരതി എന്റർപ്രൈസസ് മേധാവി സുനിൽ മിത്തൽ. ആരോഗ്യ മേഖലയടക്കം നൂതന സാങ്കേതിക വിദ്യയുടെ ഗുണഭോക്താക്കളാകും. 5Gയും AI-യും രാജ്യത്ത് വിപ്ലവകരമായ മാറ്റങ്ങളുണ്ടാക്കുമെന്നും മിത്തൽ. രാജ്യത്തെ 71% അതിസമ്പന്നർ ആഡംബര വസതികൾക്കായി പണം ചെലവാക്കുന്നെന്ന IR സർവേ. ഏറ്റവും ഡിമാൻഡ് ഗോവയിലെ അവധിക്കാല വസതികൾക്ക്. വിദേശ രാജ്യങ്ങളിലെ റിയൽ എസ്റ്റേറ്റ് നിക്ഷേപങ്ങൾക്കുള്ള ഡിമാൻഡ് 12% തുടരുന്നുവെന്നും പഠനം. ഇന്ത്യക്കാരുടെ പ്രിയപ്പെട്ട വിദേശ റിയൽ എസ്റ്റേറ്റ് ഇടങ്ങളായി തുടർന്ന് ദുബായും അമേരിക്കയും. 2024 ഗൂഗിളിൽ കൂടുതൽ പിരിച്ചുവിടലുണ്ടാകുമെന്ന സൂചന നൽകി ഗൂഗിൾ മേധാവി സുന്ദർ പിച്ചൈ. നിക്ഷേപം കൂട്ടുന്നതിനായി കടുത്ത തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമെന്ന് പിച്ചൈ. ഹാർഡ്വെയർ, സെയിൽസ്, പരസ്യം, കസ്റ്റമർ കെയർ, ഷോപ്പിംഗ്, മാപ്സ്, യൂട്യൂബ് വിഭാഗങ്ങളിലുള്ളവർക്ക് ജോലി നഷ്ടപ്പെട്ടേക്കും. ടെസ്ലയുടെ ഇന്ത്യൻ വരവ് വൈകിയേക്കും. ഇറക്കുമതി നികുതി കുറയ്ക്കണമെന്ന ടെസ്ലയുടെ ആവശ്യം എതിർത്ത് ടാറ്റയും മഹീന്ദ്രയും അടക്കമുള്ള ഇന്ത്യൻ നിർമ്മാതാക്കൾ. ടെസ്ല ഇന്ത്യയിൽ പുറത്തിറക്കാനിരിക്കുന്നത് 20 മുതൽ 30 വരെ ലക്ഷം വിലയുള്ള കാറുകൾ. ഇന്ത്യയിൽ ചിപ്പ് നിർമ്മാണം തുടങ്ങാൻ HCL ഫോക്സ്കോൺ പങ്കാളിത്തം. അസംബ്ലി ആൻഡ് ടെസ്റ്റിംഗ് യൂണിറ്റ് സ്ഥാപിക്കും. ആഗോള സാങ്കേതിക വ്യവസായത്തിന് വലിയ മുന്നേറ്റം നൽകുമെന്ന് വിലയിരുത്തൽ. ചില നല്ല വാർത്തകൾ വരുന്നുണ്ട്. അതായത് നമ്മൾ ചിലപ്പോൾ ഇന്ത്യക്ക് പുറത്ത് യാത്ര പോകുമ്പോൾ നമുക്ക് UPI അല്ലെങ്കിൽ GPay ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ക്രെഡിറ്റ് കാർഡ് വേണ്ടി വരുന്നു, അല്ലെങ്കിൽ ഫോറക്സ് കറൻസി കാർഡ് വേണ്ടി വരുന്നു. ഇതൊന്നുമില്ലാതെ നമുക്ക് UPI പേയ്മെന്റ് GPayയിലൂടെയൊക്കെ പേ ചെയ്യാവുന്ന ഒരു സൗകര്യത്തിലേക്ക് നമ്മൾ പോകാൻ തുടങ്ങിയതാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു കരാറിൽ ഗൂഗിൾ പേ ഒപ്പുവെച്ചിരിക്കുകയാണ്. അപ്പോൾ വിദേശ കറൻസി ഇല്ലെങ്കിലും ക്രെഡിറ്റ് കാർഡ് ഇല്ലെങ്കിലും ഫോറക്സ് കാർഡ് ഇല്ലെങ്കിലും ഒക്കെ ഇന്ത്യയിൽ നിന്നുള്ള UPI പവർ ആപ്പ് ഉപയോഗിക്കാനാകും എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ജനന തീയതിക്കുള്ള തെളിവായിട്ട് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ ഇനി ആധാർ കാർഡ് ഉപയോഗിക്കില്ല. അതുപോലെ തന്നെ ചൈന പഴയ ചൈനയല്ല എന്ന വാർത്തയും വരുന്നുണ്ട്. ചൈനീസ് സാമ്പത്തിക മേഖലയ്ക്ക് പഴയ പോലെ തിളക്കമില്ല. ചൈനീസ് ഓഹരി വിപണി പഴയതുപോലെ തന്നെയാണ്. അത് കഴിഞ്ഞ് 17 വർഷങ്ങളായിട്ട് അവർ നിക്ഷേപകർക്ക് കൊടുക്കുന്ന റിട്ടേൺ എന്ന് പറയുന്നത് 0 ആണ്. അതേസമയം ഇന്ത്യൻ ദേശീയ ഓഹരി വിപണി ഇന്ത്യൻ നിക്ഷേപകർക്ക് അല്ലെങ്കിൽ ഇന്ത്യയിൽ നിക്ഷേപിച്ചവർക്ക് കൊടുത്ത റിട്ടേൺ എന്ന് പറയുന്നത് 452%. ₹1 നിക്ഷേപിച്ച ആൾക്ക് 452 രൂപ തിരിച്ചു കിട്ടിയെന്നാണ് പറയുന്നത്. ഇന്ന് ഓഹരി വിപണി തുടർച്ചയായ 3-ാം ദിവസവും നഷ്ടത്തിലായിരുന്നു. നിഫ്റ്റി 109 പോയിന്റ് താഴ്ന്ന് 21,462 ക്ലോസിംഗ്. ബാങ്ക് ആൻഡ് ഫൈനാൻഷ്യൽ സർവീസസ് ഓഹരികൾ അവർ തിളക്കം നഷ്ടപ്പെട്ട 350-ഉം 204 പോയിന്റ് കുറഞ്ഞാണ് ഇന്ന് ക്ലോസിംഗിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമ്മൾ സെൻസെക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ 313 പോയിന്റ് താഴ്ന്ന് 71,186 എന്ന നിലയിലാണ് സെൻസെക്സിന്റെ ക്ലോസിംഗ്. ഇനി രൂപയിലേക്ക് വന്നു കഴിഞ്ഞാൽ രൂപ കഴിഞ്ഞ ദിവസം ഒരു തകർച്ചയിലായിരുന്നു. പക്ഷേ ഇന്ന് 2 പൈസ നേട്ടമുണ്ടാക്കിയിരിക്കുകയാണ് ഡോളറിനെതിരെ. അങ്ങനെ മൊത്തത്തിലൊരു നല്ല വാർത്ത വരുന്നുണ്ട്. പക്ഷേ മാർക്കറ്റ് ഒരു കറക്ഷന്റെ പാതയിലാണ്. നമുക്കൊരു അതിഥിയുണ്ട്. പോൾ തോമസ് ആണ്, DBFSന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ. ശ്രീ പോൾ തോമസ്, ഗുഡ് ഈവനിങ്. മാർക്കറ്റ് ഒരു കറക്ഷന്റെ പാതയിലാണ്. പക്ഷേ നിക്ഷേപത്തിനുള്ള നല്ലൊരു അവസരമായിട്ട് ഇത് കാണാം. പല ഓഹരികളിലും കൃത്യമായ ഒരു നിക്ഷേപം നടത്തി കഴിഞ്ഞാൽ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ തന്നെ ഒരു നേട്ടമുണ്ടാക്കാൻ സാധിക്കുമെന്നാണോ ഇന്നത്തെ ഒരു വിപണിയിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്? ഓഹരി വിപണി ഇന്ന് കാലത്ത് ഒരു താഴെ ഓപ്പൺ ചെയ്തതിന് ശേഷം 21,285 എന്ന് പറഞ്ഞ ഒരു ലെവലിൽ ലോ എടുത്തു. എന്നാൽ അതിനുശേഷം മാർക്കറ്റ് വളരെ സ്റ്റെബിലൈസ് ചെയ്യുകയാണ് ചെയ്തത്. 21,539 വരെ ഒരു കയറ്റം ഉണ്ടായെങ്കിൽ പോലും പിന്നീട് 21,450 അടുത്ത് സ്റ്റെബിലൈസ് ചെയ്തിട്ടാണ് ഉച്ച കഴിഞ്ഞിട്ട് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നവരെ ആ ലെവലിൽ തന്നെയായിരുന്നു. 21,462, അതായത് 109 പോയിന്റ് താഴെയാണ് ക്ലോസ് ചെയ്തത്. മാർക്കറ്റിൻ്റെ ഇന്നത്തെ ഒരു നിലവാരം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഇന്നലെ അല്ലെങ്കിൽ മെഞ്ഞാൽ തുടങ്ങിയ ആ ഒരു ചെറിയൊരു കറക്ഷൻ ഇന്നലെ ഹെവി ആയിട്ട് ബാങ്കിങ് ഷെയർസിൽ നമ്മളത് കണ്ടു. പ്രധാനമായിട്ട് HDFC ബാങ്കാണ് ആ കറക്ഷൻ ലീഡ് ചെയ്തത്. എന്നാൽ ഇന്നത്തോടു കൂടി ഈ പറയുന്ന ഒരു കറക്ഷൻ തീർന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. HDFC ബാങ്ക് ഇന്ന് 1480 ലെവലിൽ സപ്പോർട്ട് എടുത്താണ് ഇന്ന് നിന്നത്.
എനിക്ക് തോന്നുന്നത് തുടർന്ന് പതുക്കെ ബാങ്കിങ് ഷെയർസ് തിരിച്ച് കയറാം. ഇനി ICICI ബാങ്കിൻ്റെ റിസൾട്ട് ശനിയാഴ്ച വരാനുണ്ട്, ആക്സിസ് ബാങ്കിൻ്റെ റിസൾട്ട് അടുത്ത ആഴ്ച വരുന്നുണ്ട്. എന്നാൽ റിലയൻസിൻ്റെ ഒരു റിസൾട്ട് വളരെ പ്രധാനമാണ്, വെള്ളിയാഴ്ചയാണ് അത് വരുന്നത്. തീർച്ചയായും, അതായത് നാളെയാണ് വരുന്നത്. തീർച്ചയായും അതിൻ്റെ റിസൾട്ടും നമ്മുടെ മാർക്കറ്റിൽ വളരെ ചലനമുണ്ടാക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇന്ന് ടയർ കമ്പനികൾ ആണ് ഇന്ന് പ്രധാനമായിട്ടും കയറിയ ഒരു സെക്ടർ. JK ടയറും അപ്പോളോ ടയർസ് 6% വീതവും MRF 2% ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. LIC 1.5% ഉയർന്ന് 901 ക്ലോസ് ചെയ്തു. അതായത് 900-ന് മുകളിൽ LIC ആദ്യമായിട്ടാണ് ക്ലോസ് ചെയ്യുന്നത്. തീർച്ചയായും LICയിൽ ഒത്തിരി IPOയിൽ ആളുകൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പുതിയ ഇൻവെസ്റ്റേഴ്സ് ഒത്തിരി വന്നിട്ടുള്ള ഒരു കമ്പനി ആയിരുന്നു LIC. എന്നാൽ അത് താഴെ പോയിട്ട് തിരിച്ച് കയറി അവർ എല്ലാവർക്കും എനിക്ക് തോന്നുന്നത് 900-ൻ്റെ മുകളിൽ വരുമ്പം ലാഭത്തിലേക്ക് കടക്കുന്ന ഒരു രീതിയിലേക്ക് വരും. തീർച്ചയായും 1000 കടന്നു പോകാവുന്ന ഒരു സ്ക്രിപ്റ്റ് തന്നെയാണ് LIC. ശരി, നമുക്ക് നോക്കാം എന്തായാലും LIC 1000 കടക്കുമോ എന്ന്. താങ്ക് യു വെരി മച്ച് ശ്രീ പോൾ തോമസ്. എന്തായാലും ചില നല്ല വാർത്തകളുണ്ട്. എന്തായാലും ഫെഡറൽ ബാങ്കിന്റെയും സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെയും ലോൺ എടുത്തിട്ടുള്ളവരൊന്ന് ശ്രദ്ധിക്കുക, പലിശ നിരക്ക് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ EMIയിൽ എന്തെങ്കിലും വ്യത്യാസം വരുമോ എന്ന് ബാങ്കിൽ അന്വേഷിക്കാൻ മറക്കണ്ട. മാർക്കറ്റ് വ്യൂവിന്റെ ക്ലോസിംഗ് ബിൽ ഇവിടെ പൂർണ്ണമാവുകയാണ്. നാളെ രാവിലെ 9:30 വീണ്ടും കാണാം. നമസ്കാരം.